സിനിമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ അവരവരുടെ കയ്യിലാണ് ഓരോ കാര്യങ്ങളുള്ളത്. എന്നിട്ട് പിന്നെ ഇഷ്ടത്തോടെ ഒരാളുടെ കൂടെ പോയിട്ട് പിന്നെ അവരുമായിട്ട് തെറ്റുമ്പോൾ ഉള്ള ഒരു എന്താ പറയാ പിന്നെ എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഒരാളെ എങ്ങനെ നിർത്തണം, നമ്മൾ നിർത്തേണ്ടടുത്ത് നിർത്താൻ പഠിക്കണം. വളച്ചു കെട്ടി പിന്നെ പല ഓൺലൈൻ യൂട്യൂബ് ചാനലുകളിലൂടെയും എന്തൊക്കെയോ ന്യൂസ് വന്നിട്ട് പലരും തെറ്റിദ്ധരിച്ചു. ലൊക്കേഷനിൽ ഉണ്ടായിട്ടുള്ള പല ഇൻസിഡൻസും മനസ്സിനെ ഭയങ്കര വേദനിപ്പിക്കുന്ന രീതിയിലാണ്. അഹങ്കാരം കൊണ്ട് പറയല്ല, സീരിയൽ ചെയ്യുന്നില്ല, കഴിഞ്ഞ സീരിയലിൽ നിന്നുള്ള ട്രോമ ഒന്ന് മറക്കുന്നത് വരെ. ഒരാള് മരിക്കുന്നതൊക്കെ നമ്മുടെ മുന്നിലൂടെ ഒരാള് ഇത്രയും ഇടപഴകി വർത്താനം പറഞ്ഞിരുന്ന ഒരാള് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇല്ലാണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര. ഇതിപ്പം എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കരിയറിൽ ഇത്രയും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു സീരിയൽ ചിലപ്പോൾ ഇതായിരിക്കും. തീർച്ചയായിട്ടും 33 വർഷത്തെ എക്സ്പീരിയൻസിൽ എൻ്റെ മറക്കാൻ പറ്റാത്തൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നേ വരെ ഒരാൾക്കും ഞാൻ ഇത്ര മണിക്ക് മേക്കപ്പ് ഇട്ടു, ഞാൻ ഇത്ര മണിക്ക് റെഡിയായി, ഞാൻ ഇത്ര മണിക്ക് കാർ കയറുന്നു എന്ന റിപ്പോർട്ട് ഞാൻ ഒരാൾക്കും ഇന്നേ വരെ പറയേണ്ട വന്നിട്ടില്ല. ആ ലൊക്കേഷനിൽ എന്നെ കൊണ്ടിത് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അതെനിക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്നു. എൻ്റെ ഇപ്പോഴും ലിവിങ് മെമ്മറീസ് ആയിട്ടാണ് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉള്ളതെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. സോ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ വീട്ടിലെ ഒരു ചേച്ചീനെ പോലെ, നമ്മളെ സ്വന്തം സഹോദരിയെ പോലെ നമ്മൾ മലയാള സിനിമയിൽ ഒത്തിരി കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ജു അരവിന്ദാണ്. അഞ്ജു ചേച്ചി എന്താണ് ഒരു എനർജി കുറവുണ്ടോ? ഇല്ല, എപ്പോഴും ഫുൾ ഓൺ എനർജിയാണ്. അപ്പൊ കൊച്ചിയിലുണ്ട് അല്ലെ? കൊച്ചിയിൽ ഞാൻ അമ്മയുടെ മീറ്റിംഗ് ആയിട്ട് വന്നു. അപ്പം സെറ്റിൽഡ് ഒക്കെ ബാംഗ്ലൂർ? ഞാൻ ബാംഗ്ലൂർ തന്നെയാണ്. 10 വർഷത്തോളമായി ഇപ്പൊ ബാംഗ്ലൂരിൽ. അഞ്ജു ചേച്ചിനെ പെട്ടെന്ന് കണ്ടപ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു പാട്ടുണ്ട്. ഏതായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? കിളിപ്പെണ്ണെ അതായിരിക്കും വരിക, അല്ലെങ്കിൽ തമിഴില് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്ന് വെച്ചാൽ ആ സമയത്ത് ആ ഒരു പ്രായത്തില് ചേച്ചീനെ ഇപ്പോഴും കാണുമ്പോ ഒരു ഫേസ് സിമിലാരിറ്റി വെച്ച് നമ്മൾ അതാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത്. ദോസ്തില് നമ്മൾ കണ്ട ഒരു പാട്ട്, അതിന്റെ സീനുകള് പെട്ടെന്ന് ഇപ്പൊ ഞാൻ ദോസ്ത് എന്ന് പറഞ്ഞപ്പോ ചേച്ചിയുടെ മൈൻഡിലേക്ക് ഒരു മെമ്മറി എങ്കിലും ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തായിരിക്കും അത് ദിലീപേട്ടൻ, ഊർമിള ചേച്ചി, എല്ലാവരും കൂടെ, കാവ്യം എല്ലാം കൂടെ വണ്ടർലയിലായിരുന്നു ഷൂട്ട്. ആ ഷൂട്ട് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഷൂട്ടാണ്. അവിടെ നിന്ന് നമ്മള് സത്യം പറഞ്ഞ തുളസീദാസ് സാറിന്റെ ഡയറക്ഷനിലാണ് ദോസ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. മുകേഷ് മേത്തയാണ് അതിന്റെ പ്രൊഡ്യൂസർ. അപ്പം അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത വർക്കാണത് ദോസ്ത് എന്ന് പറയുന്നത്. നിരവധി ആർട്ടിസ്റ്റുകളുണ്ട്, ചാക്കോച്ചൻ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോ നമ്മള് ഇത്രയും പേര് എന്ന് പറയുന്ന ഒരു ഫാമിലി എന്ന് പറഞ്ഞിട്ട് പോയത് ശരിക്കും ഒരു ഫാമിലി ടൂർ പോയ പോലത്തെ അവസ്ഥയായിരുന്നു. ഈ ഡാൻസ് ത്രൂ ആണോ അക്ഷരം എന്ന് പറയുന്ന മൂവിയിലൂടെ ഒരു എൻട്രി വന്നത്? അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അതൊരു നിമിത്തം മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഞാനിങ്ങനെ ഡാൻസിലൂടെയാണ് പിന്നെന്താ പറയാ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും യൂത്ത് ഫെസ്റ്റിവൽ വരുമ്പം മാതൃഭൂമി, മനോരമ എന്നിങ്ങനെയുള്ള പ്രമുഖ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കും ആ ഒരു ടൈമില്. അപ്പോ അത്യാവശ്യം നാട്ടിലൊക്കെ ഫേമസ് ആണ്. അപ്പൊ എന്റെ അമ്മ വിചാരിച്ചു അധികം അറിയപ്പെടാത്തൊരു സ്ഥലത്ത് കൊണ്ട് ചേർത്താൽ വലിയ, കാരണം ഒരു ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊന്നും ഇല്ലാതെ ഒരു ഗേൾസ് വിമൻസ് കോളേജിൽ കൊണ്ടുപോയി ചേർക്കണം എന്നുള്ള ഇതിലാണ് അമ്മ എന്നെ കൊണ്ടുപോയി അവിടെ ചേർത്തത്, കോഴിക്കോട്. അപ്പൊ ഈ കോഴിക്കോട് ചേർത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ആന്റി മരിച്ചു എന്ന് പറഞ്ഞ ആന്റിയുടെ വീട്ടിലാണ് ഞാൻ നിന്ന് പഠിച്ചത്. അപ്പോ അവിടെ വെച്ചാണ് ആന്റിയുടെ ഹസ്ബൻഡിന് ഒരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടുന്നത്. അദ്വൈതത്തിന്റെ 111 ദിവസം ആഘോഷം. ലാലേട്ടനെ കാണാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഞാൻ. ഇപ്പോഴും ലാലേട്ടനോടുള്ള ഒരു ഇഷ്ടം എന്ന് വെച്ചാൽ ആരാധന അതിപ്പോഴും ഉണ്ട്. അപ്പൊ നമുക്ക് ലാലേട്ടനെ കാണാൻ പോണം എന്ന് വിചാരിച്ച് പോയി. അങ്ങനെ നമ്മളിങ്ങനെ സ്റ്റേജിന്റെ അടുത്ത്
ഈ കസേരയിലോട്ട് ഇരിക്കാനായിട്ട് പോയപ്പോഴാണ്, അന്ന് ഈവന്റ് മാനേജ്മെന്റ് ഒന്നും ഇല്ലാത്ത സമയം, PVG അങ്കിൾ വന്നിട്ട് ചോദിച്ചു, ഒന്ന് ഷീൽഡ് എടുത്ത് ഒന്ന് കൊടുക്കണം, അത്രേ കണ്ടുള്ളൂ. ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ടീമാണല്ലോ അതൊക്കെ ചെയ്യുന്നത്, മോഡൽസ് ഒക്കെ ഇറങ്ങിയിട്ട്. ആ ഒരു അന്നത്തെ കാലത്തെ 90s കഥയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തു. അപ്പൊ ഞാൻ ആ സമയത്ത് ഇപ്പോഴത്തെ ഈ ഒരു ഇത്രയും മെച്ചുവേർഡാണ് അന്നെന്ന് പറയാൻ പറ്റില്ല. അന്ന് വളരെ വളരെ ചൈൽഡിഷ് ആയിരുന്നു ഞാൻ. പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പൊ PVG അങ്കിളുടെ മോള് ഷെറിനുമായിട്ട് ഞാൻ ഭയങ്കര കളിയായിരുന്നു സ്റ്റേജിൽ. അപ്പൊ മധുവങ്ങൾ ഇതൊക്കെ കണ്ട് മധുവങ്ങളുടെ സ്പീച്ചിൽ എന്നെ മെൻഷൻ ചെയ്തു. ആ കുട്ടി ഭയങ്കര സ്മാർട്ടായിട്ട് ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജിൽ വെച്ച് അന്ന് പറഞ്ഞ എന്റെ നാനിയിലും ഒക്കെ അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇത്. അപ്പൊ അങ്ങനെ PVG അങ്കിള് ഒരു ഗൃഹലക്ഷ്മിയില് കവർ പേജായിട്ട് എന്റെ ഫോട്ടോ എടുത്തു. ഈ ആന്റീന്റെ മോളുണ്ട്, അപ്പൊ കുഞ്ഞു മോളാ, അതിന്റെ കൂടെ അപ്പം വിഷുവിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തു. അപ്പൊ അതങ്ങനെ അതിന് മുമ്പായിട്ട് PVG അങ്കിൾ ത്രൂ ഞാൻ ഭരതൻ അങ്കിളിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, സ്ക്രീൻ ഇതിന് വേണ്ടിയിട്ട്, ചമയം എന്ന് പറയുന്ന സിനിമയുടെ ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്ത് ആ ക്യാരക്ടർ എനിക്ക് സൂട്ടബിൾ അല്ലാത്തത് കൊണ്ട്, പക്ഷെ അത്രയും നേരം അദ്ദേഹത്തിന്റെ കൂടെ പിന്നെ രാവിലെ തുടങ്ങി ഉച്ചവരെയുള്ള സമയത്ത് ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്നതും ഭരതമാഷ് ലളിതാമ്മയുടെ വീട്ടിൽ പോയി, സിദ്ധു ഒക്കെ ചെറിയ കൊച്ചായിരുന്നു ആ സമയത്ത്, ശ്രീകുട്ടി അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൃഹലക്ഷ്മിയുടെ കവർ പേജ് കണ്ടിട്ടാണ് ആകാശത്തേക്കൊരു കിളിവാതിൽ എന്ന് പറഞ്ഞ സിനിമയിൽ സുധീഷ് ഏട്ടന്റെ നായികയായിട്ട് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു ഫിലിം എൻട്രി. അത് മാത്രല്ല, അതിനുശേഷം ആ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് സേതു അടൂർ അന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു. സേതുവേട്ടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ വിളിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് സേതുവേട്ടൻ വീണ്ടും എന്നെ ഓർത്ത്, പിന്നെ സേതുവേട്ടൻ വഴിയാണ് ഞാൻ അക്ഷരത്തിലെത്തുന്നത്. ഓക്കെ. അപ്പൊ ചേച്ചിയുടെ ശരിക്കും ആദ്യത്തെ മൂവി നേരത്തെ പറഞ്ഞ മൂവി അക്ഷരമാണ്, പക്ഷെ ചെയ്തത് ആകാശത്തേക്ക്. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചേച്ചി പറഞ്ഞു എന്താ ഒരു പബ്ലിസിറ്റി കുറച്ചൊക്കെ കിട്ടിയപ്പോ അമ്മ വുമൻസ് കോളേജിലേക്ക് മാറ്റി എന്ന് പറഞ്ഞപ്പോ ഈ സിനിമയിൽ വരാനും അല്ലെങ്കിൽ ഡാൻസ് പാഷൻ ഫോളോ ചെയ്യാനും ഫാമിലിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നോ, അതോ ഇല്ല, എനിക്ക് അതിന്റെ ആവശ്യമേ ഇല്ല. കാരണം എന്റെ അമ്മയുടെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു, നോർത്തിലായിരുന്നു. അപ്പൊ ആ സിനിമയിലേക്ക് എതിർപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലരും പറഞ്ഞിരുന്നെങ്കിലും, പക്ഷെ എന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരാളും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. കാരണം വിനീതേട്ടനൊക്കെ നമ്മള് റിലേറ്റീവ് ആണ്. അപ്പം സിനിമ എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വിനീതേട്ടന് ചെയ്യാൻ പറ്റുന്നില്ലേ, അപ്പൊ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു ഉദാഹരണം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഫാമിലി നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അമ്മയും അമ്മ വർക്കിംഗ് ആയിരുന്നു, ടീച്ചറാണ്, അച്ഛൻ ഡിഫൻസിലായിരുന്നു. അപ്പൊ എല്ലാവരും ഒരു കുറച്ചൊരു മോഡേൺ ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് സമ്മതിച്ചു, എല്ലാ മക്കളുടെ ഇഷ്ടത്തിന് വിടാം. പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എന്റെ റെമ്യൂണറേഷനും കാര്യങ്ങളും ഒന്നും അമ്മ അതൊന്നും എന്താണോ നിനക്ക് വേണ്ടത്, ഓക്കെ, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ബാക്കപ്പോട് കൂടി സിനിമയിൽ വന്നു, സക്സസ്ഫുൾ ആയി. ഇപ്പൊ കുറച്ചൊരു ബ്രേക്കിലാണ്. പക്ഷെ ആ ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാ കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ടും എന്നോട് ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ പറയാം, എന്താ അഞ്ചു ട്രൈ ചെയ്ത് ഞാൻ എനിക്ക് അതിന്റെ അർത്ഥമേ മനസ്സിലാവുന്നില്ല. വാട്ട് ഇസ് ട്രൈയിങ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. മുമ്പ് ഞാൻ സിനിമയിൽ വന്ന സമയത്തും വാട്ട് എവർ കംസ് ടു മീ ഞാൻ എടുത്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് ഈ സിനിമകൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പോലും അറിയില്ല എന്ത് ട്രൈ ചെയ്യണം, എങ്ങനെ ട്രൈ ചെയ്യണം, ആളുകളെ വിളിച്ച് പറയണോ, എനിക്കൊരു ചാൻസ് തരുമോ എന്ന് എനിക്കതൊക്കെ ഭയങ്കര ചമ്മലുള്ള കാര്യങ്ങളാണ്. എന്നാ തന്നെയും വിളിക്കണേ, എന്നാലും പബ്ലിക്കായിട്ട് ഇങ്ങനെ വിളിക്കണേ, നല്ല ക്യാരക്ടർ ഉണ്ടെങ്കിൽ പറയണേ എന്നിങ്ങനെ പറയാൻ മാത്രം അറിയുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ ബ്രേക്ക് മനഃപൂർവ്വം എടുത്തത് അല്ലെങ്കിൽ പോലും നല്ല ക്യാരക്ടേഴ്സ് വരാണ്ടൊരു ഗ്യാപ്പ് വന്നല്ലോ. അപ്പൊ ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ചേച്ചി അതൊരു വേസ്റ്റ് ചെയ്തില്ല. യൂട്യൂബ് ഒക്കെ തുടങ്ങി. യൂട്യൂബിന്റെ കാര്യം പറയാന്ന് വെച്ചാൽ, ഞാൻ കൊറോണയുടെ ടൈമില് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്, മുഷിഞ്ഞിരിക്കുകയാണ്, വേറൊരു വഴിയില്ല. ഒന്നാമത് ഞാനെന്ന് പറയുന്നത് എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ആ സമയത്ത് എന്നോട് പറയുന്നത്, നീ ഒരു ഈ കൊറോണ ലോക്ക്ഡൌൺ പീരീഡില് 21 days എന്തോ ഉണ്ടായിരുന്നില്ലേ, 21 dishes എന്ന് പറഞ്ഞിട്ട് നമുക്ക്
ഇടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലിരുന്നപ്പോ അങ്ങനെ വിധവിധമായിട്ട് കുക്ക് ചെയ്തിട്ടതാണ്. അപ്പൊ അതൊക്കെ സക്സസ്ഫുൾ ആയി. ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒക്കെ വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു അത് കണ്ടിന്യൂ ചെയ്തോളൂ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണ്. പിന്നെ ആഫ്റ്റർ ലോക്ക്ഡൌൺ നമുക്ക് സമയമില്ലാതായി. ക്ലാസ്സസ് റീസ്റ്റാർട്ട് ചെയ്തു. ഷൂട്ട് ആ സമയങ്ങളിൽ ഷൂട്ട് ഉണ്ടായി. അതൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് പറ്റിയില്ല. ഇപ്പോഴും മോള് പറയുന്നുണ്ട് അമ്മ റീസ്റ്റാർട്ട് എന്ന് പറയുന്നുണ്ട്. സമയമില്ല. ചേച്ചി തന്നെയായിരുന്നോ മറ്റേ എഡിറ്റിംഗ് ചെയ്ത്? എല്ലാ ഹസ്ബൻഡ്. ഓക്കെ. അപ്പൊ അങ്ങനെ. പക്ഷെ ഈ സിനിമയിലേക്ക് ഒത്തിരി സിനിമകൾ ചേച്ചി ചെയ്തോണ്ട് ചേച്ചിക്ക് ഒരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു സീരിയലിലേക്ക് വരുമ്പോ എനിക്ക് ഇനി ബാക്ക് സിനിമകൾ കിട്ടുമോ അങ്ങനെ ഒരു? അതിനെ ഞാൻ കറക്റ്റ് ചെയ്യാം. ഞാന് സിനിമ ചെയ്തിട്ടാണ് സീരിയലിലേക്ക് വന്നത്. എന്റേത് ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് സിനിമയായിരുന്നു. ബിഗ് സ്ക്രീൻ തന്നെയായിരുന്നു. 2 സിനിമകൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ മനോരമ വിഷൻ, അന്ന് മനോരമ വിഷൻ ആയിരുന്നു. മനോരമ വിഷന്റെ സീരിയൽ ആയിട്ടുള്ള നിറമാല, അതില് സുകുമാരിയമ്മ, ബിജു മേനൻ, പിന്നെ വിജയകുമാർ, കീർത്തി ഗോപിനാഥ്, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ അങ്ങനെ ജഗന്നാഥ വർമ്മ അച്ഛനായിട്ട്. അപ്പൊ ഭയങ്കര ഇതായിട്ടുള്ള ഒരു സീരിയലായിരുന്നു. അന്നത്തെ കാലത്തെ ഹിറ്റ് ആയിരുന്നു അത്. അങ്ങനെ ചെയ്ത് അപ്പൊ എല്ലാരും എന്നോട് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഞാൻ പൂവേ ഉണക്കാകെ ചെയ്തത്. വിജയ് സാറിന്റെ പൂവേ ഉണക്കാകെ ചെയ്തത് 111 ദിവസം ഓടുക എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് എനിക്ക് അന്നത്തെ കാലത്ത്. അപ്പൊ ഈ സീരിയലൊക്കെ ചെയ്തിട്ടാണല്ലോ ഞാൻ ആ ചെയ്യും ഇത്രയും. അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ നമ്മള് പറഞ്ഞത് അതൊരു റിസൾട്ട് നമുക്ക് കിട്ടിയത്. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഇനി സീരിയൽ അഭിനയിക്കണോ അതോ സിനിമ? അന്ന് ഏതാ പ്രായം? ആകെ ഒരു 17-18 വയസ്സ് പ്രായം. അന്ന് ഈ ഇതിന്റെ പ്രൊഫഷൻ ആയിരിക്കും ഇത് എന്നൊന്നുമില്ല. അന്ന് വരുന്നത് ചെയ്യാന്നുള്ളത് ആ ഒരു ഇതല്ലേ ഉള്ളൂ. അപ്പൊ അതിനെ പറ്റി കാര്യമായിട്ടുള്ള ഒരു പിന്നെ അത് മാത്രല്ല ഒരു നിരവധി ആളുകൾക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്. സീരിയൽ ചെയ്തു കഴിഞ്ഞാല് ആ അഭിനയം പോലും നമുക്ക് മാറിപ്പോകുന്നു. ഇപ്പതാ നമുക്ക് ഞാൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല റിപ്പോർട്ടാണ് ആ സിനിമയെ കുറിച്ച്. ബാലൻ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച്. ബീന ചേച്ചി എത്രയോ സീരിയലുകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബീന ചേച്ചി ചെയ്തതുപോലെ സീരിയലൊന്നും ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്നായിരിക്കും. അത്രയും സീരിയൽ ചെയ്തിട്ട് ഒരു നല്ലൊരു കഥാപാത്രം ഇന്ന് ചെയ്തപ്പോ എന്തൊരു നാച്ചുറൽ ആയിട്ടാണ് പുള്ളിക്കാരി ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പം ആ ഒരു തെറ്റിദ്ധാരണ തന്നെ മാറ്റി കൊടുക്കുകയാണ്. സീരിയലുകാർക്ക് സീരിയലേ പറ്റുള്ളൂ, സിനിമകൾ ചെയ്യുന്നവർക്ക് സിനിമയെ പറ്റുള്ളൂ. അഭിനയം എവിടെ ആയിക്കഴിഞ്ഞാലും ഇറ്റ്സ് നാച്ചുറൽ ഓൺലി. സീരിയൽ ആവുമ്പോൾ കുറച്ചും കൂടി ഇത്. പക്ഷെ എന്ന് കരുതി അതുകൊണ്ടാണല്ലോ ആർട്ടിസ്റ്റുകളായി അറിയപ്പെടുന്നത് അല്ലെ. ഏത് തരത്തിലുള്ള സീരിയൽ, ഏത് തരത്തിലുള്ള വർക്ക് തന്നു കഴിഞ്ഞാലും അതിനനുസരിച്ച് മോൾഡ് ചെയ്ത് എടുക്കുന്നത് അതിന്റെ മിടുക്ക് ഡയറക്ടർക്കുള്ളതാണ്. അതെ. പക്ഷെ ഇപ്പൊ ഇതെല്ലാം കൂടെ ചേച്ചി എങ്ങനെ മാനേജ് ചെയ്യുന്നു? അതായത് ഡാൻസ് സ്കൂളും നടത്തിക്കൊണ്ട് പോകണം, ഷൂട്ട്സ് വരുമ്പോ അതും ചെയ്യണം. ദൈവത്തിന്റെ ഒരു പക്ഷെ ചേച്ചിക്ക് എന്നെ പഠിപ്പിക്കണം എന്നുണ്ടല്ലേ ഡാൻസ്? വേറെ എനിക്ക് ഈ 7 സെന്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ബാംഗ്ലൂര്. ഒരു സ്ഥലത്ത് പോലും ഒരു അസിസ്റ്റന്റ് ഇല്ല എന്നുള്ളതാണ്. ഒരാളെയും ഞാൻ വെച്ചിട്ടില്ല. ഞാൻ എന്റെ ഹസ്ബൻഡും മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈച്ച് ആൻഡ് ഓരോ സ്ഥലത്തും, അതായത് ഇന്നും മൺഡേ ഫ്രൈഡേ വേറൊരു സ്ഥലത്ത്, സാറ്റർഡേ സൺഡേ ഒരു സ്ഥലത്ത്, അങ്ങനെ സ്കെഡ്യൂൾ ചെയ്തിട്ടാണ് ഓരോ സ്ഥലത്തും. ഇപ്പൊ എന്നെ എൻക്വയറി വിളിക്കുന്ന സമയത്ത് പോലും അവര് ചോദിക്കുന്ന ഒരു കാര്യം, മാം തന്നെയാണോ പഠിപ്പിക്കുന്നതെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഭയങ്കര അത്ഭുതമാണ് എങ്ങനെ മാനേജ് ചെയ്യുന്നത്. പൊതുവെ അങ്ങനെയാണല്ലോ. ഒരു കമ്മിറ്റ്മെന്റും കുറച്ചൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നന്നായി ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് ചേച്ചി പറഞ്ഞ പോലെ ഈ മൂവീസിലാണെങ്കിലും അല്ലെങ്കിൽ സീരിയലിലാണെങ്കിലും ചേച്ചി ഈ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മളൊരു ആത്മാർത്ഥത, ചിലവർ പറയും നമ്മൾ ഓവർ ആത്മാർത്ഥത വേണ്ട, ഓവർ കമ്മിറ്റ്മെന്റ് വേണ്ട, നമുക്കൊരു ബൗണ്ടറി വേണം, അതാണ് എപ്പോഴും നല്ലത്. എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം സുധാമണി സൂപ്പർ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്ന സമയത്ത് അത് ഒന്നാമത് ടൈറ്റിൽ റോളാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് നമ്മുടെ സ്വന്തം വർക്ക് ആണെന്നുള്ളൊരു ആത്മാർത്ഥത.
അതിനുവേണ്ടി ചത്തുകിടന്നെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ആ ഒരു ലൊക്കേഷനിൽ ഉണ്ടായിട്ടുള്ള പല ഇൻസിഡൻസും മനസ്സിനെ ഭയങ്കര വേദനിപ്പിക്കുന്ന രീതിയിലാണ്. നല്ല പ്രൊഡ്യൂസർക്ക് തന്നെയായിരുന്നു, പ്രൊഡ്യൂസർ സൈഡിലൊന്നും ഉണ്ടായിരുന്നില്ല പ്രോബ്ലംസ്, ഡയറക്ടോറിയൽ സൈഡിൽ ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ ഞാനിപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തിനാണ് അവരെ വീണ്ടും വലിച്ചിഴക്കുന്നത്. ഓരോ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ മെച്യൂർഡ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ അറിയണം. അപ്പൊ പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങളെ മെന്റൽ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടുന്ന റെസ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ച് നമ്മളെ റിഫ്ലക്ഷൻ വരും. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഒരു സീരിയലും കമ്മിറ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. എത്രയോ വരുന്നുണ്ടായിരുന്നു, 5 സീരിയൽ ചെയ്യില്ല. ഞാൻ പറഞ്ഞ അഹങ്കാരം കൊണ്ട് പറയല്ല, സീരിയൽ ചെയ്യുന്നില്ല, കഴിഞ്ഞ സീരിയലിൽ നിന്നുള്ള ട്രോമ ഒന്ന് മറക്കുന്നത് വരെ അത്രയ്ക്കും ഒരാള് മരിക്കുന്നതൊക്കെ നമ്മുടെ മുന്നിലൂടെ ഒരാള് ഇത്രയും ഇടപഴകി വർത്താനം പറഞ്ഞിരുന്ന ഒരാള് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇല്ലാണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര മെന്റൽ ഷോക്ക് തരുന്ന. ഒന്നാമത് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്, അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്കൊരു ഇതുണ്ടാവില്ല. ഈ ഇഷ്യൂസ് അവരുടെ തമ്മിലുള്ള ഡയറക്ടറും അവരും തമ്മിലുള്ള എന്തോ ഇഷ്യൂസ് ആണ്. പക്ഷെ അതൊക്കെ നമ്മളും ആ ഒരു സ്ഥലത്ത് ഇതൊക്കെ കാണാനും കേൾക്കാനും ഉണ്ടായല്ലോ, അവിടുന്ന് അവർക്കുണ്ടായ പ്രശ്നങ്ങൾ നമ്മളിലും റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് നമ്മളും പ്രതികരിക്കുക. ഈ പറഞ്ഞ പോലെ ട്രോമ ഒരു ചെറിയ കാര്യമല്ല, അത് ഓവർകം ചെയ്യാം. അപ്പൊ ചേച്ചിയുടെ ഒരു കരിയറിൽ ഈ ട്രോമ ഒരു നെഗറ്റീവ് റിഫ്ലക്ഷൻ വരില്ല. ഇപ്പൊ ചേച്ചി പറഞ്ഞു അടുത്ത സീരിയലൊന്നും ചെയ്യാനുള്ള ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് വന്നിട്ടില്ല. ചേച്ചിയുടെ ഇതല്ലാത്ത കാരണം കൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ ചേച്ചിക്കാണ് അത് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുക. നമ്മളെ മെന്റൽ ഹെൽത്ത് നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോ കുറച്ചും കൂടെ നമ്മൾ അതിനെ ഇനിയാണെങ്കിലും അങ്ങനെ വരുമ്പോ ചേച്ചി എന്തെങ്കിലും ഒരു പാഠം പഠിച്ചോ ഇതിന്ന്? തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ ഞാൻ ഇനിയിപ്പോ കുറച്ചു നാളത്തേക്ക് സീരിയല് വേണ്ട എന്ന് വെച്ചത്. അതൊരു സൊല്യൂഷൻ അതൊരു സൊല്യൂഷൻ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൊല്യൂഷൻ ആണോന്ന് വെച്ചാൽ അതല്ല. പക്ഷെ ഒരു നല്ലൊരു കഥാപാത്രത്തെ ചെയ്തിട്ടാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്, ഒരു അർത്ഥവിരാമം ഇട്ടത്. ലൈക്ക് ഇനി അങ്ങോട്ട് ചെയ്യില്ല എന്നൊന്നുമില്ല. നല്ലൊരു കഥാപാത്രം വരികയാണെങ്കിൽ, ഇപ്പൊ ടൈറ്റിൽ റോള് തന്നെ അത് നല്ലൊരു കഥാപാത്രമായിരുന്നു. അത് ഹിന്ദിയില് സൂപ്പർ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുഷ്പ എന്ന് പറയുന്ന ഒരു സീരിയലിന്റെ റീമേക്ക് ആയിരുന്നു. പക്ഷെ അത് ഇവിടെ കൊണ്ടുവന്ന് നശിപ്പിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ, പല കാരണങ്ങളാലും എന്തൊക്കെയോ അങ്ങനെ പോയി. ഇതിപ്പം എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കരിയറിൽ ഇത്രയും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു സീരിയൽ ചിലപ്പോ ഇതായിരിക്കും. തീർച്ചയായിട്ടും 33 വർഷത്തെ എക്സ്പീരിയൻസിൽ എന്റെ മറക്കാൻ പറ്റാത്തൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നേ വരെ ഒരാൾക്കും ഞാൻ ഇത്ര മണിക്ക് മേക്കപ്പ് ഇട്ടു, ഞാൻ ഇത്ര മണിക്ക് റെഡിയായി, ഞാൻ ഇത്ര മണിക്ക് കാറ് കയറുന്നു എന്ന് റിപ്പോർട്ട് ഞാൻ ഒരാൾക്കും ഇന്നേ വരെ പറയേണ്ട വന്നിട്ടില്ല. ആ ലൊക്കേഷന് എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ലൈക്ക് എന്ത് പറയുമ്പോഴും അഞ്ജു ലേറ്റായി, അഞ്ജുവിന് ഡ്രസ്സ് റെഡി ആവാൻ ലേറ്റായി എന്നാണ്. എന്നെ അറിയുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവർക്കറിയാം, ഞാൻ വിതിൻ 2 മിനിറ്റ്സിൽ സാരി ഉടുത്ത് ഡ്രസ്സ് റെഡിയായി പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് വരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഞാൻ 17-18 വയസ്സിൽ തന്നെ ഞാൻ ഒരു നായികയായിട്ട് അഭിനയിക്കുന്ന സമയത്ത്, സീരിയൽ ചെയ്ത സമയത്ത് സാരിയാണ്, സുകുമാരി അമ്മയാണ് നമ്മളെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരിക. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വേണം ചെയ്യണം, ഡ്രസ് മാറി വരാൻ, ഒരിക്കലും നമ്മള് ഡയറക്ടറെയും വെയിറ്റ് ചെയ്യിപ്പിക്കരുത് എന്നുള്ള ഒരു തോട്ട് നമ്മളിൽ കേറ്റിയത്. അതുകൊണ്ട് ഞാൻ അതിലൊക്കെ വിശ്വസിക്കും. എന്നെ കുറിച്ച് പലരും ഇവര് സുധാമണി ലൊക്കേഷനിൽ പരാതി പറഞ്ഞപ്പോ പലർക്കും ആണോ നമ്മുടെ ലൊക്കേഷനിൽ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള ഒരു ഇത് അവർക്ക് തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ചേച്ചി ഇത്ര സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അങ്ങനെ ഒരു എന്താ പറയാ നമ്മളെ പറ്റി ഇല്ലാത്ത ഒരു കാര്യം പറയുമ്പോ ചേച്ചിയുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത്? ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഡിസ്കഷൻ വന്ന സമയത്ത്, പ്രോബ്ലംസ് വന്ന സമയത്ത് ഇതൊക്കെ പ്രൂഫ് അവർക്ക് കാണിക്കാൻ പറ്റിയത് അതുകൊണ്ടാണ്. പിന്നെ ആർക്കും ബ്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയോ? എന്താ മീൻസ് അന്ന് അതിന് സൊല്യൂഷൻ ഒക്കെ കണ്ടിട്ടാണ് പിന്നെയും വീണ്ടും ഷൂട്ടിലേക്ക് പോയത്. പിന്നെ അത് നിന്നല്ലോ, ആ വർക്ക് നിന്നല്ലോ. അപ്പം അങ്ങനെ അതൊരു ശരിക്കും ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കേണ്ടത് ഒരു വിഷമത്തോടെ അവസാനിച്ചു. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ചേച്ചി അത് ആ ട്രോമ എല്ലാം കമോവർ ചെയ്ത് നമുക്ക് ഇനി ചേച്ചിയുടെ സ്ക്രീനിൽ കാണാനും ചിരിച്ച മുഖത്തോടെ പല ക്യാരക്ടേഴ്സിലും എനിക്ക്
ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഓർണമെന്റ് ഇടാനുള്ള ഒരു യോഗം എപ്പോഴും ഉണ്ട്. ഒരു പെണ്ണിന് ഏറ്റവും വേണ്ടുന്നത് ചിരിച്ച മുഖവുമായി നിൽക്കുക. അതാണ് ഏറ്റവും നല്ലൊരു ഓർണമെന്റ് എന്ന് പറയുന്നത്. അതെനിക്ക് ദൈവം സഹായിച്ച് എപ്പോഴും എന്നെ കരഞ്ഞ മുഖത്തോടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, സീരിയൽസിലൊക്കെ ഉണ്ടാവുള്ളൂ. എപ്പോഴും എന്ത് വിഷമുണ്ടെങ്കിലും എന്റെ ആ ചിരി വിട്ടിട്ടുള്ള കളി കരയിക്കാൻ പാടില്ല, വളരെ എളുപ്പമാണ്. അത്ര സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവ്. എല്ലാരും പറയും. എനിക്കൊരു സിനിമ ഇപ്പൊ ഞങ്ങള് ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോകുമ്പോ പോലും അമ്മ കരയരുത്. ആ അമ്മയ്ക്ക് അറിയില്ല, അമ്മ ആക്ടർ അല്ലേ, പിന്നെ അറിയാലോ ഇതാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷെ എന്നാലും നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഒരിക്കലും പിന്നെ എന്താ പറയാ ഹാപ്പി എൻഡിങ് അല്ലാത്ത സിനിമകൾ കാണാറില്ല. ഞാൻ എപ്പോഴും പോകും ഹാപ്പി എൻഡിങ് ആണോ മതി, നമുക്ക് ആവശ്യത്തിലധികം വറീസ് ഉണ്ട്. എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ സിനിമകൾ കാണുന്നത്, ടെൻഷൻ അടിച്ച്. പക്ഷെ ചേച്ചി അങ്ങനത്തെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് എടുത്തു പറയുകയാണെങ്കിൽ മലയാളത്തിലെയും തമിഴിലെയും 2 സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു കന്നഡത്തിലെ സൂപ്പർ സ്റ്റാർ ആണ് ശിവരാജ് കുമാർ. അതെ. അപ്പൊ നമ്മള് എന്താ പറയാ ഒരു ഇങ്ങനെ ഫാൻ ഫൈറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് ചേച്ചി അഭിനയിച്ചിട്ടുള്ളത്. വിജയ് സാർ ആയിക്കോട്ടെ, ഇപ്പൊ പറഞ്ഞ നമ്മൾ കന്നഡത്തിലെ ശിവരാജ് കുമാർ, അതുപോലെ നമ്മളെ മമ്മൂക്ക ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇപ്പം ഈ സിനിമയിൽ നിന്നൊക്കെ ചെയ്യാണ്ടിരിക്കുമ്പോഴും എല്ലാ അമ്മ മീറ്റിങ്ങിനും ഞാൻ വരാറുണ്ട്. എന്തിനാ ഇത്രയധികം കഷ്ടപ്പെട്ട് വരുന്നത്? ഞാൻ ഇന്നലെ ലാലേട്ടനോട് പറയും കൂടി ചെയ്തതാ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നത് എന്തിനാന്നറിയില്ലേ, നമ്മള് ലാലേട്ടനെയും മമ്മൂക്കയോടൊപ്പം ഒന്നിരുന്ന് ഫോട്ടോസ് എടുത്ത് കണ്ട് വർത്താനം പറഞ്ഞ് അതിനൊക്കെ കൂടിയാണ് നമ്മൾ അവിടെ വരുന്നത്. പക്ഷെ ഇന്നലത്തെ നിർഭാഗ്യവശാൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അത്രയും നല്ല എന്താ പറയാ ഫാൻ ഫൈറ്റ്സ് ഉള്ളവരുടെ കൂടെ അഭിനയിച്ച പടം ഹിറ്റാക്കി അല്ലെ, വിജയ് സാറിന്റെ ഒക്കെ കൂടെ അഭിനയിച്ച പടം ഹിറ്റായിരുന്നു. അതുപോലെ അഴകിയ രാവണനിലൊക്കെ നമ്മൾ ആ ഒരു എപ്പോഴും മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന, ഞാൻ ഇൻട്രോയില് പറഞ്ഞ ഒരു കൊച്ചു പെൺകുട്ടി നമ്മളെ വീട്ടിലെ ഒരു അനിയത്തിക്കുട്ടി അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ കുറച്ചൊരു സ്നേഹം തോന്നുന്ന രീതിയിലൊക്കെ. അപ്പൊ അവരായിട്ടൊക്കെ ചെയ്ത സമയത്ത് ചേച്ചി പറഞ്ഞ പോലെ ചെറിയ പ്രായത്തിലാണല്ലോ വന്നതും അഭിനയം തുടങ്ങിയതും. മമ്മൂക്ക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വിജയ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ ഭയങ്കര തമിഴ്നാട് മലയാളി ഓഡിയൻസ് പോലെ ഭയങ്കര ഫാൻ ബേസ് അല്ലേ. അപ്പൊ എങ്ങനെയാണ് അതിന്റെ എന്താ പറയാ, ഇപ്പോഴും ഞാന് ചെന്നൈയിൽ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ നിറച്ചും A2B ഉണ്ട്. A2Bയിൽ നിറയെ തമിഴിയൻസ് ഉണ്ട്. വന്നു കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള ഇത് തോട്ടിലല്ലല്ലോ നമ്മൾ നടക്കുക. ഭക്ഷണം കഴിക്കാൻ ഓർഡർ ചെയ്ത് ഭക്ഷണം ചിലപ്പോൾ വായിൽ വെക്കുമ്പോഴായിരിക്കും എന്റെ പാട്ട് കൂടുക. അപ്പോഴാ ഇപ്പൊ ഇവർക്കെല്ലാം മനസ്സിലായി പാട്ട്. അപ്പൊ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് വരുമ്പോ എല്ലാരും ഫോട്ടോ എടുത്തിട്ടൊക്കെ ഇപ്പോഴും അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ആളുകൾ എന്നെ മറന്നിട്ടില്ല, സ്നേഹമുണ്ട്. അതെ ആ സമയത്ത് 17-18കാരിക്ക് ഒരു ഉണ്ടായിരുന്ന ടെൻഷൻ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും? എനിക്ക് പ്രത്യേകിച്ച് ടെൻഷൻ ഉണ്ടായിരുന്നില്ല, അറിയില്ലല്ലോ, ഒന്നും അറിയില്ല. അപ്പൊ പിന്നെ ഇതിനെ പറ്റി ആലോചിച്ചിട്ടാ ടെൻഷൻ അടിക്കേണ്ടത്. പടം ഹിറ്റ്, അടിപൊളി, നന്നായിട്ടുണ്ട്, പടം ഹിറ്റ് എന്ന് പറയുള്ളൂ ആ ഒരു എക്സൈറ്റ്മെന്റ്. പക്ഷെ മമ്മൂക്കനെ കാണുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി കാണുമ്പോ ഇപ്പോഴും നമുക്ക് എന്താ പറയാ ടപ് ടപ് തന്നെയാണ്. അതായത് അത്ര അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു എന്താ പറയാ ഒരു നല്ലൊരു സ്നേഹം, ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്, ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് സത്യം പറഞ്ഞ. അങ്ങനെയാണ്. ഇപ്പൊ മമ്മൂക്കയായിട്ടായിരുന്നു നമ്മൾ പറഞ്ഞ ആ സമയത്ത് നമുക്ക് അറിയില്ല എന്താ ടെൻഷൻ. ലാസ്റ്റില് മമ്മൂക്കയുടെ കൂടെ പത്തേമാരി എന്ന് പറഞ്ഞ സിനിമയാണ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് എന്റെ മോള് വളരെ കുഞ്ഞതായിരുന്നു, ചെറിയതായിരുന്നു. അപ്പൊ ഇവളിങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആണ് അവള്, പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ മമ്മൂക്കയുടെ അടുത്ത് ആരും പോവാത്തതാണ്. ഈ കുട്ടി അപ്പുറത്തും ഇപ്പുറത്തുള്ള കുട്ടികളൊക്കെ ഇവളുടെ കയ്യില് ഓട്ടോഗ്രാഫ് എടുത്തിട്ട് മമ്മൂക്കയുടെ അടുത്ത് 1-2 മമ്മൂക്ക എൻട്രി ചെയ്തു, ഒന്നും പറയാതെ. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂക്ക കാരവാൻ ഇറങ്ങി വന്ന സമയത്ത് അങ്കിളിനെ കാണാൻ ഇവർ ഇത്രയും നേരം ഇവിടെ നിന്നത്, ഒന്ന് ഹായ് പറയാ അങ്കിൾ. ഇവിടെ കുഞ്ഞു ലൈക്ക് വളരെ ചെറിയ പ്രായം, 2ാം ക്ലാസ് 3ാം ക്ലാസ് അങ്ങനെ എന്തോ ആണ്. അപ്പൊ ആ സമയത്ത് അപ്പൊ എന്നിട്ട് മമ്മൂക്ക അറിയാം 2ആളെ ഞാനിപ്പോ പാക്ക് ചെയ്യുന്നു. പക്ഷെ അവളുടെ അടുത്തൊക്കെ ഭയങ്കര നല്ല ഇതായിട്ടായിരുന്നു. ഇപ്പം വിജയ് സാറ് എന്താ പറയാ ലീഡറായി നമ്മൾക്ക് അവിടുത്തെ തമിഴ്നാടിന്റെ ഒരു സ്വത്തായി മാറി. വിളിച്ചായിരുന്നു ഇപ്പൊ നിങ്ങൾ? അച്ഛന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട്.
മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അതില് ഡയറക്ടർ ഹാപ്പിയാണ്. ആണല്ലോ. കാരണം പൂവേ ഉനക്കാകെ സിനിമ ഹിറ്റ് അതിന്റെ ആഘോഷം നടക്കുന്ന സമയത്തായിരുന്നു എസ് എ ചന്ദ്രശേഖർ സാറ്, അതായത് വിജയുടെ അച്ഛൻ, ഇപ്പൊ വിജയ് എന്ന് പറയാൻ പറ്റില്ല, അതെ സാറിന്റെ അച്ഛൻ പിന്നെ സെക്കൻഡ് മൂവിയിലേക്ക് ഇതാ ചെയ്തത്, വൺസ് മോർ എന്ന് പറഞ്ഞ മൂവി ചെയ്തത്. അപ്പൊ അതിലും എന്റെ പേര് തന്നെയായിരുന്നു ആ കഥാപാത്രത്തിന്റെ പേരും. അത് വിജയ് തന്നെയായിരുന്നു പറഞ്ഞ അഞ്ജു തന്നെ ഇട്ടാ മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിലൊക്കെ ഡയലോഗൊക്കെ ഉണ്ട്. ചേച്ചിക്ക് ഇപ്പൊ ഈ തമിഴ് വശമുണ്ടോ? എങ്ങനെയാ? തമിഴ് നന്നായിട്ട് അറിയാം. കാരണം എന്റെ അച്ഛൻ ചെന്നൈയില് വർക്ക് ചെയ്തിരുന്നു കുറച്ച് നാള്. അപ്പൊ ആ സമയത്ത് നമ്മള് താമസിച്ചതും ചെന്നൈയിലായിരുന്നു. പിന്നെ എന്റെ അച്ഛനും ഞാനും കൂടിയിട്ട് ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്നു, ആര് വേഗം പഠിക്കും തമിഴ്ന്ന്. അവസാനം അച്ഛൻ തോറ്റു, ഞാൻ ജയിച്ചു. ഇപ്പൊ എനിക്ക് എഴുതാനും ഒക്കെ അറിയാം, വായിക്കാനൊക്കെ അറിയാം തമിഴ്. നമ്മൾ ഈ നേരത്തെ നമ്മളൊരു സീരിയലിന്റെ കാര്യം മെൻഷൻ ചെയ്ത് പോയപ്പോ ചേച്ചിക്ക് ഉണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ഇപ്പൊ പൊതുവെ ഇപ്പൊ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെല്ലാം എല്ലാവരും തന്നെ തുറന്നു പറയുന്നുണ്ട്, എന്താണ് പ്രശ്നം അവർക്ക്. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യപ്പെടുന്നത് നിങ്ങളൊക്കെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് അത് കുറച്ചും കൂടെ പബ്ലിക്കിലേക്ക് വരുന്നു എന്നുള്ളൂ. എല്ലാവർക്കും അവരുടേതായ പ്രൊഫഷനിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സ്, അതിപ്പോ ഇന്റർവ്യൂയുടെ ഇടയിലാണെങ്കിലും പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലേക്ക് അതിനെ വളച്ചൊടിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചിയുടെ ഒരു ഒപ്പീനിയൻ ആണ് ചേച്ചി പറഞ്ഞ ലിവിങ് ടുഗെദറിന്റെ കാര്യം പറഞ്ഞത് പോലും, അതൊക്കെ ശരിക്കും പറഞ്ഞപ്പോ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ നോർമലൈസ്ഡ് ആണ്. അതൊന്നും ചേച്ചി പണ്ട് കാലത്ത് പറഞ്ഞതാണെങ്കിൽ ഓക്കെ, ഇപ്പൊ റീസെന്റ് കൊടുത്ത ഇന്റർവ്യൂക്ക് പോലും അതൊക്കെ നോർമലൈസ് ആണ് ശരിക്കും. ലിവിങ് ടുഗെദർ ഒന്നും ഒരു ഇഷ്യൂ അല്ല ഇപ്പൊ. പക്ഷെ എന്നാൽ പോലും ഈ സെലിബ്രിറ്റീസ് പറയുമ്പോ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ്. അത് കേട്ടപ്പോ ചേച്ചി അത് അങ്ങനെ വരും, അങ്ങനെ അതിനുശേഷം നമ്മള് എന്താ പറയാ, ഇതുവരെ ഞാനും സഞ്ജുവേട്ടനും കൂടെ ഒരു ഇന്റർവ്യൂ ഒന്നും ഇന്നേ വരെ വന്നിട്ടില്ല, കൊടുത്തിട്ടുമില്ല. പക്ഷെ ഇപ്പം ആ ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയാണ് ആനീസ് കിച്ചണിൽ പോയി ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിപ്പോ ടെലികാസ്റ്റ് അന്നേരം ആനി തന്നെ പറഞ്ഞു കല്യാണത്തിന് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. ഞാനൊന്നും മിണ്ടിയില്ല. എല്ലാവർക്കും എല്ലാം നമ്മൾ എല്ലാരെയും വിളിച്ച് കൊട്ടിഘോഷിക്കേണ്ടതില്ലല്ലോ. അതൊക്കെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മള് ഇപ്പൊ ലിവിങ് ടുഗദർ ആണോ, കല്യാണം കഴിച്ചോ എന്നൊക്കെ പബ്ലിക്കിനോട് പറയേണ്ട കാര്യം എന്താണുള്ളത്? അറിയേണ്ടവർ അറിഞ്ഞിട്ടുണ്ട്, അവർക്കറിയാം എന്താണ് അതിന്റെ വാസ്തവം. ചേച്ചി അത് പറഞ്ഞപ്പോ എനിക്കൊരു അത്ഭുതം തോന്നിയത് എന്താണെന്നറിയോ? ഇപ്പൊ ചേച്ചി എന്നൊക്കെ പറയുമ്പോ എന്റെ അമ്മയുടെ പ്രായമുണ്ടോ എന്നൊക്കെ അറിയില്ല. ഉണ്ടോ? 50 years. അപ്പൊ ഉണ്ട്. അപ്പം നമുക്ക് ആ ജനറേഷനിലുള്ള ആൾക്കാരെ ശരിക്കും നമ്മള് ലിവിങ് ടുഗദർ എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അവർക്ക് കല്യാണം എന്നല്ലാണ്ട് ഒരു ഓപ്ഷൻ അവർക്ക് ചിന്തിക്കാനേ പറ്റില്ല. അപ്പൊ ആ പ്രായത്തിലുള്ള ഒരാൾ ഇതിനെ ഭയങ്കര നോർമലായിട്ട് എനിക്ക് ലിവിങ് ടുഗദർ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നോണ്ട് എനിക്കത് തെറ്റെല്ലാം തോന്നുന്നു. അതെങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അപ്പൊ ചേച്ചിയുടെ മക്കൾക്ക് കുറച്ചും കൂടെ ചേച്ചിയായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം ചേച്ചി അപ്പളെ ഭയങ്കര ഓപ്പൺ ആയിട്ട് ചിന്തിക്കുന്ന. എങ്ങനെയാ ഒരു തോട്ട് പ്രോസസ്സ് വന്നത്? പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഇപ്പോ ഇത്ര നാൾ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം മതി നമുക്ക് കല്യാണം എന്നുള്ളത് തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷമാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പിന്നെ അതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിന്റെ അടിയില് ചേച്ചി കൊടുത്ത ഇന്റർവ്യൂയുടെ അടിയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ചേച്ചി ഭയങ്കര ഹാപ്പിയാണ് ഈ റിലേഷനിൽ, സഞ്ജുവേട്ടനായിട്ടുള്ള റിലേഷനിൽ. അപ്പൊ അതിലൊരു കമന്റ് വന്നത്, ഇത്ര ഹാപ്പി ആണെങ്കിൽ എന്നാ പിന്നെ കല്യാണം കഴിച്ച് ജീവിച്ചൂടെ, എന്തിനാണ്? അവരറിയില്ലല്ലോ നമ്മള് കല്യാണം കഴിച്ചു എന്നുള്ളത്, അവരറിയില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മള് കൊട്ടിഘോഷിച്ച് എല്ലാവരെയും അറിയിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് തന്നെ വെക്കണം എന്നുള്ളത്. അപ്പൊ ഏറ്റവും അധികം നമ്മളെ കൂടെ വേണ്ടപ്പെട്ട ആളുകള് അവർക്കറിയാം നമ്മൾ എന്താണ് ഏതാണെന്നുള്ളത്. അപ്പൊ അതാണ്. അപ്പൊ ഇത് ആരും തിരുത്താനും പോയില്ല. അപ്പൊ നമ്മളിപ്പം ഒരാളിപ്പം എന്താ പറയാ, നമ്മളെ നോക്കി ഇങ്ങനെ വല്ലാത്ത, നമ്മളിപ്പോ മാങ്ങ ഇല്ലാത്ത മാവില് കല്ലെറിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ, എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അതിനെ അങ്ങനെ ഇഗ്നോർ ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അവർക്ക് ഇങ്ങനെ ഒരു കാര്യം ഇട്ടു, അതിനെതിരെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാല് അത് പിന്നെ വീണ്ടും അതിനെ കുറെ ആളുകൾ ഇട്ട് ഡിസ്കഷൻസ്, റോസ്റ്റിങ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞു വരും. അതിലും നല്ലത് മിണ്ടാതിരിക്കുക. അതാണ് മൗനം വിദ്വാനഭൂഷണം. ഈ ഇൻഡസ്ട്രിയിലെ ചേച്ചിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? അങ്ങനെ ഒരുപാട് എല്ലാവരുമായിട്ടും നല്ല റിലേഷനാണ്. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊന്നുമില്ല. എനിക്ക് അതിലും വലിയ വിശ്വാസമില്ല. ഞാൻ
നെഗറ്റീവായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ പണ്ടൊക്കെ നല്ല ഫ്രണ്ട് ആയിരുന്ന ആളുകള് എന്താ പറയാ നമ്മളെ അവരൊക്കെ ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോ നമ്മളടുത്ത് ഓക്കെ ഓക്കെ എന്നുള്ള ആറ്റിറ്റ്യൂഡും കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നലെയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാന് തുടക്കം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത്. അതെന്നെ അറിയണ എല്ലാവർക്കും അറിയാം. സിനിമയിൽ വരുമ്പോ എങ്ങനെയായിരുന്നു ഞാൻ എല്ലാവരടുത്തും ബിഹേവ് ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഇപ്പോഴും എല്ലാവരോടും ഒരേ രീതിയിലാണ് ഞാൻ പെരുമാറുന്നത്.